പ്രൈസ് ദി ലോർഡ്. നമുക്ക് സദൃശവാക്യം 28 അധ്യായം 27 വാക്യം വായിക്കാം. ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചൽ ഉണ്ടാകുകയില്ല, കണ്ണ് അടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപം ഉണ്ടാകും. ദൈവമക്കളെ, ജ്ഞാനിയായ ശലോമോൻ, ഇസ്രായേലിൻ്റെ 3ാമത്തെ രാജാവായിരുന്ന ശലോമോൻ തൻ്റെ ജീവിതയാത്രയിൽ ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെട്ട് ജ്ഞാനവും ഐശ്വര്യവും നൽകിയ ശലോമോൻ ദൈവിക ജ്ഞാനത്തിൽ പറയുകയാണ്, ദരിദ്രന് കൊടുക്കുന്നവൻ കുറച്ചൽ ഉണ്ടാകുകയില്ല, കണ്ണ് അടച്ചു കളയുന്നവനോ ഏറിയൊരു ശാപമുണ്ടാകും. നമ്മുടെ ജീവിതയാത്രയിൽ ദരിദ്രനെ കാണുമ്പോൾ ദരിദ്രന് കൊടുക്കുന്നവന് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സമ്പത്തിന് ഒരിക്കലും ഒരു കുറവ് ഉണ്ടാകുകയില്ല. കണ്ണ് അടച്ചു കളയുന്നവനോ ശാപമുണ്ടാകും. ഒരു ദരിദ്രൻ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ നേരെ കൈനീട്ടുമ്പോൾ നാം കണ്ണ് അടച്ചു കളയുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ശലോമോൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ സഹജീവികളോടുള്ള സ്നേഹം കാണിക്കണം. എല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നു എങ്കിൽ, മറ്റുള്ളവർക്ക് ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു എങ്കിൽ നാം അത് കൊടുക്കുന്നത് ദൈവത്തിനാണ്. കാരണം ദൈവം നമ്മോട് കരുണ കാണിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുന്നത്. എളിവനോട് കൃപ കാണിക്കുന്നവൻ യഹോവയ്ക്ക് വായ്പോടുന്നു, അവൻ ചെയ്തത് നമുക്ക് അവൻ പകരം കൊടുക്കും. എളിയവരോട്, പാവപ്പെട്ടവരോട് കൃപ കാണിക്കുക, അവരോട് ദയ കാണിക്കുന്നവന് അവർ കൊടുക്കുന്നത് ആർക്കാണ്? നമ്മുടെ സൃഷ്ടാവായ ദൈവം തമ്പുരാനാണ് കൊടുക്കുന്നത്. അവൻ ചെയ്ത് നാം എളിയവരോട് ചെയ്ത കൃപയ്ക്ക് ഒത്തവണ്ണം ദൈവം നമുക്ക് പകരം ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ശലോമോൻ നമ്മെ വീണ്ടും ഓർപ്പെടുത്തുകയാണ്. ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു. ശലോമോൻ ജനങ്ങളെ നോക്കി, അപ്പോൾ ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ എല്ലാവർക്കും വാരി വിതറി കൊടുക്കുകയാണ്, പക്ഷെ അവന് ഒന്നും കുറവ് വരുന്നില്ല, അവൻ്റെ സമ്പത്ത് വർദ്ധിക്കുന്നുള്ളൂ. മറ്റവൻ ന്യായവിരുദ്ധമായി ലോപിച്ചിട്ടും ജനിക്കുമേ ഉള്ളൂ. വേറെ ഒരുത്തൻ ആർക്കും ഒന്നും കൊടുക്കാതെ ലോപിച്ച് ജീവിക്കുകയാണ്, പക്ഷെ അവന് എപ്പോഴും ഞെരുക്കമേ ഉള്ളൂ. അത്യാഗ്രഹമുള്ളവൻ വഴക്കുണ്ടാക്കുന്നു, യഹോവയിൽ ആശ്രയിക്കുന്നവനോ പുഷ്ടി പ്രാപിക്കും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ പുഷ്ടി പ്രാപിക്കും. ദൈവത്തിന് എളിവരോട് നമ്മൾ കൃപ കാണിക്കുന്നുവെങ്കിൽ, ഹല്ലേലൂയ, എളിവരോട് നമ്മൾ കരുണ കാണിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിനാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് ശലോമോൻ നമ്മെ ഓർപ്പെടുത്തുകയാണ്. എളിവരോട് നമ്മൾ കൃപ കാണിക്കുന്നു എങ്കിൽ അത് ദൈവത്തിന് കൊടുക്കുകയാണ്. ദൈവം അത് തക്കതായി നമുക്ക് പ്രതിഫലം തരുമെന്ന ദൈവത്തിന്റെ വചനത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അവന്റെ വലങ്കയിലെ ദീർഘായുസ്, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, യഹോവയായ ദൈവത്തിന്റെ വലങ്കയിൽ എന്തുണ്ട്? ദീർഘായുസുണ്ട്. ഇടം കയ്യില് അവന്റെ മാനവും, ഹല്ലേലൂയ, സമ്പത്തുമുണ്ട്. നമുക്ക് ദീർഘായുസ് തരുന്നത് ദൈവമാണ്, മാനം തരുന്നത് ദൈവമാണ്, സമ്പത്ത് തരുന്നത് ദൈവമാണ്. ദൈവം നമുക്ക് സമ്പത്ത് തന്നിട്ട് ഹല്ലേലൂയ അവൻ നമ്മളോട് വീണ്ടും ഒന്ന് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് കൃപ കാണിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ രക്ഷിതാവായ യേശു കർത്താവ് മത്തായി 25 അധ്യായം 40 വാക്യത്തിൽ പറയുകയാണ്, രാജാവ് അവരോട്, ഏറ്റവും ചെറിയ സഹോദരന്മാർ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചെയ്തു. വളരെ പാവപ്പെട്ടവനായ ഈ ഏറ്റവും ചെറിയ ഒരു സഹോദരനോടുണ്ടല്ലോ, ആ സഹോദരനോട് നിങ്ങൾ ചെയ്തത് എല്ലാം യേശു കർത്താവ് പറയുകയാണ്, അത് നിങ്ങൾ എനിക്കാണ് ചെയ്തത്. ഹല്ലേലൂയ. സമ്പന്നന് ചെയ്തതിനെ പറ്റി അല്ല ദൈവം പറയുന്നത്. നമുക്ക് പ്രതിഫലം തരുവാൻ
കഴിവില്ലാത്ത ദരിദ്രനായ ഒരു മനുഷ്യന്റെ നേരെ നമ്മൾ കണ്ണ കാണിക്കുമ്പോൾ ദൈവം പറയുകയാണ്, അവനോട് നീ കണ്ണ കാണിച്ചത് അത് നീ എനിക്കാണ് ചെയ്തത്. പിന്നെ അവൻ ഇടത്തുള്ളവരോ ഹല്ലേലൂയ അവർ പറയുകയാണ്, എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തു കൊണ്ടില്ല, നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലും ആയിരുന്നു നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. അതിനവർ, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവരോ ദാഹിക്കുന്നവരോ അതിഥിയായോ നഗ്നനായോ രോഗിയായോ തടവിലായോ എപ്പോൾ കണ്ടു ശുശ്രൂഷ ചെയ്യുന്ന എന്ന് ചോദിച്ചു. അപ്പോഴേ യേശു കർത്താവ് പറയുകയാണ്, ഈ ചെറിയവരില്ല ഒരുത്തിന് നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത്. ഈ ചെറിയ മനുഷ്യരിലുണ്ടല്ലോ, ഈ എളിയ മനുഷ്യനുണ്ടല്ലോ, ഒന്നും നമുക്ക് വേണ്ടി പ്രത്യുപകാരം ചെയ്യുവാൻ കഴിവില്ലാത്ത മനുഷ്യനുണ്ടല്ലോ, അവന് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ എനിക്കാണ് ചെയ്യാതിരുന്നത്. ഞാൻ വിശന്ന് നിങ്ങളുടെ അടുത്തിൽ വന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. ഞാൻ ദാഹിച്ചു, നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എനിക്ക് ഉടുപ്പാൻ തന്നില്ല. അതുകൊണ്ട് നീ ചെയ്തതെല്ലാം, ഇതൊന്നും നീ ചെയ്യാത്തത് എനിക്കാണ് നീ ചെയ്യാത്തത്, നിന്റെ സൃഷ്ടാവായ ദൈവത്തിനാണ് നീ ചെയ്യാത്തത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഹല്ലേലൂയ നിത്യ ദണ്ഡനയിലേക്ക് പോകും, മറ്റുള്ളവരോ നിത്യജീവനിലേക്ക് പോകുമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ദരിദ്രനോട് ഹല്ലേലൂയ കൊടുക്കുന്നവന് യഹോവയ്ക്കാണ് കൊടുക്കുന്നത്. ദരിദ്രനോട് നമ്മൾ കൃപ കാണിക്കണമെന്ന് യേശു കർത്താവ് വാമൊഴിയായി നമ്മോട് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം, യോഹന്നാന്റെ ലേഖനം 1 ലേഖനം 3 17 വാക്യത്തിൽ പറയുകയാണ്, ഈ ലോകത്തിലെ വസ്തുക്കൾ ഉള്ളവൻ ആരെങ്കിലും തന്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കാഞ്ഞാൽ ദൈവത്തിന്റെ സ്നേഹം അവനില് എങ്ങനെ വസിക്കും? നമ്മുടെ ഒരു സഹോദരന് അവന് മുട്ടുള്ളവനായി കണ്ടിട്ട്, അവന് പ്രയാസമുള്ളവനായി കണ്ടിട്ട് നാം അവനോട് മനസ്സലിവ് കാണിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ എങ്ങനെ വസിക്കും എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ വസിക്കയില്ല എന്നാണ് എന്റെ അർത്ഥം. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കുക. നമുക്ക് വാക്കുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും, നാവ് കൊണ്ട് സ്നേഹിക്കാൻ പറ്റും. അങ്ങനെയല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്, നമ്മളെ പ്രവൃത്തി കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കേണ്ടതെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നാം പ്രവൃത്തിയാലും സത്യത്തിലും സ്നേഹിക്കുക. നാം സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവനെന്ന് ഇതിനാൽ അറിയും. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമെന്ന്, നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഹല്ലേലൂയ ഒരു ദരിദ്രന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് യഹോവയായ ദൈവത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ സൃഷ്ടാവായ യേശു ക്രിസ്തുവിനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് നമുക്ക് സമ്പത്ത് തന്നത് എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. സമ്പത്ത്, ആരോഗ്യം, സമയം എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ദൈവം തന്നത് ഹല്ലേലൂയ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. സദൃശവാക്യം 28 27 വാക്യം, ദരിദ്രന് കൊടുക്കുന്നവനോ കുറച്ചിലുണ്ടാകുകയില്ല, കണ്ണ് കടച്ചു കളയുന്നവന് ഏറിയൊരു ശാപം ഉണ്ടാകും. ശലോമോൻ തന്റെ ജീവിതയാത്രയിൽ വളരെ വർഷങ്ങൾ ഇസ്രായേലിന്റെ രാജാവായി ഭരിച്ച ജ്ഞാനിയായിരുന്ന ശലോമോൻ തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ദരിദ്രന് കൊടുക്കുന്നവന് കുറച്ചിലുണ്ടാകുകയില്ല. ദരിദ്രന് നീ കൊടുത്തു എന്ന് വിചാരിച്ച് നിന്റെ സമ്പത്ത് അത് കുറഞ്ഞു പോവുകയില്ല. കണ്ണ് അടച്ചു കളഞ്ഞാൽ നിനക്ക് ദൈവത്തിന്റെ ശാപം നിന്റെ മേൽ ഉണ്ടാകും. നിങ്ങളുടെ മക്കളുടെ മേലും നിന്റെ മേലും ദൈവത്തിന്റെ ശാപം ഉണ്ടാകും. അതുകൊണ്ട് ഹല്ലേലൂയ യേശു കർത്താവ് വാമൊഴിയായി പറയുകയാണ്, ഈ ചെറിയ സഹോദരന്, ഈ എളിവനോട് നിങ്ങൾ കരുണ കാണിച്ചാൽ അത് എന്നോടാണ് നിങ്ങൾ കരുണ കാണിച്ചത്. ഈ എളിവൻ വിശന്നു വന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ കൊടുത്താൽ അത് എനിക്കാണ് തന്നത്. അവൻ നഗ്നനായിരുന്നു, ഉടുക്കാൻ
കുടിക്കാൻ കൊടുത്താൽ അത് എനിക്കാണ് തന്നത്. അവൻ ദാഹിച്ചു വന്നു, നീ വെള്ളം കുടിക്കുവാൻ കൊടുത്താൽ അത് എനിക്കാണ് തന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ എളിയവരോട് നമ്മൾ കരുണ കാണിക്കണം. ദരിദ്രന് കൊടുക്കുന്നവന് ദൈവത്തിനാണ് കൊടുക്കുന്നതെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അവന് നേരെ കണ്ണടച്ചു കളഞ്ഞാൽ ദൈവത്തിന്റെ ശാപം നമ്മുടെ മേൽ ഉണ്ടാവുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.